കാറ്റഗിസം ടീച്ചേഴ്സ് എക്സാമിനേഷൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ചോദ്യം നമ്പർ 46. സഭ മുഴുവൻ്റെയും നാമത്തിൽ പുരോഹിതൻ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: സഭ മുഴുവൻ്റെയും എന്നതിന് പുരോഹിതൻ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന് അർത്ഥമാക്കുന്നില്ല. സഭാ പ്രാർത്ഥനകളും ബലിയും ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളിലും ബലിയിലും നിന്ന് വേർതിരിക്കാനാവില്ല. സഭ ക്രിസ്തുവിലൂടെയാണ് പ്രാർത്ഥിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുന്നത്. ശുശ്രൂഷ പൗരോഹിത്യം ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനാലാണ് പുരോഹിതൻ സഭ മുഴുവൻ്റെയും നാമത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്നത്. ചോദ്യം നമ്പർ 47. മെത്രാൻ പട്ടം തിരുപ്പട്ട കൂദാശയുടെ തികവ് ആകുന്നത് എങ്ങനെ? ഉത്തരം: മെത്രാൻ പദവിയിലൂടെ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനാകുന്നു. മെത്രാൻ പദവിയിലൂടെ പ്രബോധകൻ, ഇടയൻ, പുരോഹിതൻ തുടങ്ങിയ ക്രിസ്തുവിൻ്റെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു. ക്രിസ്തു വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നൽകപ്പെടുന്നു. മെത്രാൻ പട്ടത്തിലൂടെ റോമാ മെത്രാനോടും മറ്റു മെത്രാന്മാരോടും കൂട്ടായ്മയിലാകുന്നു. തൻ്റെ അജഗണത്തിൻ്റെ ഇടയ ദൗത്യവും മറ്റു മെത്രാന്മാരോടൊപ്പം സഭ മുഴുവൻ്റെയും അപ്പസ്തോലിക ദൗത്യത്തിലും പങ്കുചേർക്കപ്പെടുന്നു. ചോദ്യം നമ്പർ 48. പുരോഹിതർ മെത്രാന്മാരുടെ സഹപ്രവർത്തകരാകുന്നത് എങ്ങനെ? ഉത്തരം: മെത്രാന്മാരുടെ ദൗത്യ നിർവഹണത്തിന് സഹായികളായി ശുശ്രൂഷാധർമ്മത്തിൽ പുരോഹിതർ പങ്കുചേരുന്നു. പൗരോഹിത്യ അന്തസ്സിൽ മെത്രാന്മാരുമായി ഐക്യപ്പെട്ടു നിൽക്കുന്നു. വിശ്വാസികളുടെ ഇടയിൽ പുരോഹിതർ മെത്രാനെ സന്നിഹിതനാക്കുന്നു. അനുദിന ജോലികളിലൂടെ മെത്രാനുമായുള്ള കൂട്ടായ്മയും ആശ്രയവും തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന് ആവശ്യമാണ്. ചോദ്യം നമ്പർ 49. ഡീക്കന്മാരുടെ പട്ടത്തിൻ്റെ പ്രത്യേകതകളും ദൗത്യങ്ങളും എന്ത്? ഉത്തരം: ഡീക്കൻ പട്ടം പൗരോഹിത്യത്തിന് വേണ്ടിയല്ല, ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഡീക്കൻ പട്ടത്തിലൂടെ ക്രിസ്തു ദൗത്യത്തിൽ പങ്കുചേരുന്നു. എല്ലാവരുടെയും ദാസനായി മാറിയ ക്രിസ്തുവുമായി അനുരൂപപ്പെടുന്നു. ഡീക്കന്മാർക്ക് നിർവഹിക്കാനാകുന്ന ശുശ്രൂഷകളാണ് വിശുദ്ധ കുർബാനയിൽ മെത്രാനെയും വൈദികരെയും സഹായിക്കുക, വിശുദ്ധ കുർബാന വിതരണം ചെയ്യുക, വിവാഹ ശുശ്രൂഷയിൽ സഹായിക്കുക, ആശീർവദിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, പ്രസംഗിക്കുക മുതലായവ. ചോദ്യം നമ്പർ 50. തിരുപ്പട്ട കൂദാശയുടെ കാതലായ അനുഷ്ഠാന ഭാഗം ഏത്? ഉത്തരം: അർത്തിയുടെ തലയിൽ മെത്രാന്റെ കൈവയ്പ്, പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കൽ, കൃപാദാനങ്ങൾക്ക് വേണ്ടി ദൈവയാചനയോടെ മെത്രാന്റെ കൂദാശ പ്രാർത്ഥന ചൊല്ലൽ. ഇവയാണ് തിരുപ്പട്ട കൂദാശയുടെ കാതലായ അനുഷ്ഠാന ഭാഗങ്ങൾ. ചോദ്യം നമ്പർ 51. തിരുപ്പട്ട കൂദാശയുടെ കാർമ്മികൻ ആരാണ്? ഉത്തരം: സാധുവായി പട്ടം സ്വീകരിച്ച മെത്രാന്മാരാണ് തിരുപ്പട്ട കൂദാശയുടെ കാർമ്മികർ. ചോദ്യം നമ്പർ 52. തിരുപ്പട്ട കൂദാശ ആർക്കൊക്കെ സ്വീകരിക്കാം? ഉത്തരം: മാമോദീസ സ്വീകരിച്ച പുരുഷന്, തങ്ങളുടെ പിന്തുടർച്ചക്കാരായി അപ്പസ്തോലന്മാർ പുരുഷന്മാരെയാണ് തിരഞ്ഞെടുത്തത്. അതിനാൽ കർത്താവ് നടത്തിയ തിരഞ്ഞെടുപ്പ് സഭയ്ക്ക് അംഗീകരിക്കാൻ കടമയുള്ളതിനാൽ സ്ത്രീകൾക്ക് തിരുപ്പട്ടം നൽകാത്തത്. ചോദ്യം നമ്പർ 53. തിരുപ്പട്ട കൂദാശയുടെ ഫലങ്ങൾ ഏവ? ഉത്തരം: പരിശുദ്ധാത്മാവ് വഴി ക്രിസ്തുവുമായി അനുരൂപപ്പെടുന്നു, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാകുന്നു, പുരോഹിത, പ്രവാചക, രാജകീയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നു, ആത്മാവിൽ മായാത്ത മുദ്ര പതിക്കുന്നതിനാൽ ഈ കൂദാശ ആവർത്തിക്കപ്പെടാൻ പാടുള്ളതല്ല. ചോദ്യം നമ്പർ 54. വിശ്വാസികളുടെ പൊതു പൗരോഹിത്യം എന്താണ്? ഉത്തരം: മാമോദീസായിലൂടെ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. ഇതിനെ വിശ്വാസികളുടെ പൊതു പൗരോഹിത്യം എന്ന് വിളിക്കുന്നു. അതിനാൽ സഭ മുഴുവനും പുരോഹിത ജനമാണ്. ചോദ്യം നമ്പർ 55. വിവാഹ ഉടമ്പടിയുടെ ഉദ്ദേശ്യങ്ങൾ എന്ത്? ഉത്തരം: ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സഖ്യമുളവാക്കുന്ന ഉടമ്പടിയാണിത്. ഇതിലൂടെ ദമ്പതികളുടെ നന്മയ്ക്കും
സന്താനോൽപാദനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് വിവാഹ ഉടമ്പടി. ചോദ്യം നമ്പർ 56. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഏതെല്ലാം സംഭവങ്ങളുടെ വിവരണത്തോടെയാണ്? ഉത്തരം: ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. അവസാനിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹ സദ്യയെപ്പറ്റിയുള്ള ദർശനത്തോടെയാണ്. ചോദ്യം നമ്പർ 57. വിവാഹത്തിലേക്കുള്ള വിളിയെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം: സ്നേഹത്തിലേക്കുള്ള വിളി, സ്നേഹം ഫലദായകമാകുന്നത് സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുമ്പോഴാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. സ്ത്രീയും പുരുഷനും തുല്യതയുള്ള പങ്കാളികളാണ്. പുരുഷന് സഹായിയായി സ്ത്രീയെ നൽകുന്നു. അങ്ങനെ സ്ത്രീ സഹായമായ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. ഐക്യത്തിലേക്കുള്ള വിളിയാണിത്. മാതാപിതാക്കളെ വിട്ട് അവരിരുവരും ഒരു ശരീരമായിത്തീരുന്നു. വിഭജിക്കാനാകാത്ത ബന്ധമാണിത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ഇത് നാം കാണുന്നു. ഇവയൊക്കെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള വിളിയെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന വിശദീകരണം. ചോദ്യം നമ്പർ 58. പഴയ നിയമ ഗ്രന്ഥങ്ങൾ എപ്രകാരമാണ് വിവാഹബന്ധത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ പഠിപ്പിച്ചത്? ഉത്തരം: വിവാഹത്തിൻ്റെ ഐക്യത്തെയും അവിഭാജ്യതയെയും പറ്റി ജനമനസാക്ഷിയെ ഒരുക്കി. റൂത്ത്, തോബിത്ത് ഗ്രന്ഥങ്ങൾ വിവാഹ സങ്കല്പങ്ങൾ വിവരിക്കുന്നു. ഉത്തമഗീതമാകട്ടെ സ്നേഹത്തിൻ്റെ അതുല്യ പ്രകാശമായി വിവാഹത്തെ അവതരിപ്പിക്കുന്നു. ചോദ്യം നമ്പർ 59. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈവാഹിക ബന്ധമായി അടയാളപ്പെടുത്തുന്നത് എങ്ങനെ? ഉത്തരം: കാനായിലെ അത്ഭുതം വിവാഹത്തിലെ ക്രിസ്തു സാന്നിധ്യത്തെ അവതരിപ്പിക്കുന്നു. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭർത്താവ് ഭാര്യമാരെ സ്നേഹിക്കണം. അവിടെ ഊന്നൽ കൊടുക്കുന്നത് സമർപ്പണ ചൈതന്യത്തിനാണ്. വിവാഹ ജീവിതം നയിക്കാനുള്ള ശക്തിയും കൃപാവരവും നൽകുന്നത് വിവാഹ ഉടമ്പടിയുടെ കൂദാശ വഴിയാണ്. ചോദ്യം നമ്പർ 60. വധൂവരന്മാർ അനുതാപ കൂദാശ സ്വീകരിച്ചുകൊണ്ട് വിവാഹ ആഘോഷത്തിന് ഒരുങ്ങേണ്ടതാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: വിശുദ്ധീകരണത്തിനുള്ള ആരാധനാഘോഷമാണ് വിവാഹം. അതിനാൽ സാധുവും യോഗ്യവും ഫലദായകവുമായിരിക്കണം സ്വീകരണം. അനുതാപ കൂദാശയിലൂടെ വധൂവരന്മാർക്ക് ഒരുങ്ങാൻ സാധിക്കുന്നു. 4-ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.